നൽകട്ടെ. മുസ്ലിയാക്കന്മാരോട് എന്തോ ഒരു മതിപ്പ്, ഒരു പഠിക്കാനുള്ള ബാധകം എന്തായാലും മുപ്പര് കേൾക്കും, റെഡിക്ക് കേൾക്കും. ഒരു ദിവസം വില്ലാപ്പള്ളി അച്ചപ്പം മുഖത്തിന് ബാധ കേട്ടു. ഞാൻ അന്ന് ഖദാഫി റഹൽ മുഅ്മിനൂൻ എന്ന സൂറത്തിന്റെ അവസാനം ഓതി മാന വെക്കുമായിരുന്നു. പിറ്റേന്ന് എന്നോട് പറയാ, നിങ്ങൾ ഇന്നലെ പറഞ്ഞ ബാധ ഒരു കരിങ്കലിനോടാ പറഞ്ഞെങ്കിൽ പൊട്ടി അങ്ങ് തെറിച്ചു പോയി. അത്ര ഒരു ചലണ്ടാക്കാൻ പറ്റുന്നൊരു വാക്കായി ഇന്നലത്തെ ബാധ. ഒരു മരിച്ചുപോയി. എന്ത് ചെയ്യാം? അപ്പൊ ചിന്തിക്കുന്ന ആള്, ആലിമീങ്ങളെ സ്നേഹിക്കുന്ന ആള്, لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله. ഖുർആനാണ് ഈ പരിശുദ്ധ ഖുർആൻ ഒരു പർവ്വതത്തിന് അഖലും ബുദ്ധിയും ആലോചനയും നൽകിയിട്ട് ഒരു മലക്കാണ് ഖുർആൻ ഇറക്കുന്നതെങ്കിൽ ലറഅയ്തു ഖാശിഅൻ മുതസദ്ദിഅ, അതാണ്ട് പൊട്ടിപ്പോകുമായിരുന്നു. ഒന്ന നമ്മളെ ഉള്ളു ശുദ്ധിയില്ല, നമുക്ക് പരിവർത്തനമില്ല. ഒരവസരം വില്ലാപ്പള്ളി തുടർച്ചയായിട്ട് വാഴുന്നുണ്ടാകാറ്. ഒരവസരം സുന്നത്ത് നിസ്കാരത്തിന്റെ ബാബു പറഞ്ഞു. സുന്നത്ത് നിസ്കാരത്തിന്റെ കൂട്ടത്തിലെ പ്രധാനപ്പെട്ട നിസ്കാരമാണ് ദുഹാ നിസ്കാരം. ലിൽ ജന്നത്തി ബാബുൻ യുഖാലു ലഹു ബാബുൽ ദുഹാ. സ്വർഗത്തിന് 8 വാതിലുകളുണ്ട്. ഓരോരു വാതിലിന് സ്പെഷ്യൽ പേരുകളാണ്. ബാബുൽ ദുഹാ എന്നൊരു വാതിലുണ്ട്. ആ വാതിൽ ദുഹാ നിസ്കരിക്കുന്നവർക്ക് സ്പെഷ്യൽ പ്രവേശന ഗേറ്റാണ്. ആ ദുഹാ നിസ്കാരത്തിന്റെ വഖ്തും അതിൽ ഓതേണ്ട സൂറത്തൊക്കെ പറഞ്ഞു. പിറ്റേന്ന് ഏലത്തെ മറാജിനെ പിടിയാൻ കുഞ്ഞ ആള് പറയാ, കുറേ കഴിഞ്ഞതിന് ശേഷം, പിറ്റേത്തെ കൊല്ലുവല്ല, കുറേ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പണ്ട് ഇവിടുന്ന് ബാധ പറയുമ്പോ ദുഹാ നിസ്കാരത്തിന്റെ കാര്യം പറഞ്ഞിട്ടില്ല. ഞാൻ എന്നേരം വിട്ടുകില്ല. അപ്പൊ ഇതൊക്കെ അള്ളാഹുത്തല മഗ്ഫിറത്തും മർഹമത്തും നൽകി കൊടുക്കട്ടെ. അവർക്ക് ഉഖ്റവിയായ ദൈവം അള്ളാഹുത്തല സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. കൂട്ടുകാര് നന്നാകുന്നത് കൊണ്ട് കിട്ടുന്ന ഗുണങ്ങളാണ്. നല്ലവരോട് കൂടിയാല് മനുഷ്യൻ നന്നാവും, ബടക്കാളോട് ബടക്കായിപ്പോവും. ഒരു സംശയ കാര്യത്തിലില്ല. മൂന്നാമത്തെ സന്തോഷം വാന്തകൂന സൗജത്തുഹു സാലിഹത്തൻ. ഒരു മനുഷ്യൻ ഇഹലോകത്ത് കിട്ടേണ്ട മൂന്നാമത്തെ സന്തോഷം ഓന്റെ പെണ്ണുങ്ങൾ സാലിഹത്താകുക. അറേമലല്ലടോ പ്രശ്നോ, പൊന്നുമലല്ല പ്രശ്നോ, വിദ്യാഭ്യാസത്തുമലല്ല പ്രശ്നോ, ഇന്റെ പെണ്ണുങ്ങൾ സാലിഹത്താകുക, അതാണ് വലിയ പ്രശ്നം. ആരാ സാലിഹത്തായ പെണ്ണ്? അത് ഖുർആൻ ശരീഫിൽ വിവരിക്കുന്നു. ഫസ്വാലിഹാതു ഖാനിതാതുൻ ഹാഫിളാതുൻ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്. സ്വാലിഹത്തായ പെണ്ണ് അല്ലാഹുക്ക് വഴിപ്പെടുന്നവർ, കിട്ടിയ ഭർത്താവിന് വഴിപ്പെടുന്നവർ മാത്രമല്ല, ഹാഫിളാതുൻ ലിൽ ഗൈബ്, ഭർത്താവ് നാട്ടിലും വീട്ടിലും ഇല്ലാത്ത അവസരം ശരീരത്തിനെ പൂർത്തിയായി അവർ സംരക്ഷിക്കും, നന്നായി കൺട്രോൾ ചെയ്യും. അവിടെ ഇല്ലാത്ത ഓളാ നല്ലോടുന്ന ഇന്ന് പല വീട്ടിന്റെയും സ്ഥിതി അപകടത്തിലാണ്, പല കുടുംബത്തിന്റെയും സ്ഥിതി അപകടത്തിലാണ്. ബോംബെയിൽ ചുവന്ന ടൗണിൽ വിൽക്കാൻ ഒരുങ്ങിയപ്പോ യുവതി രക്ഷപ്പെട്ടു. എന്നാൽ പത്രത്തിലുള്ളതാ. ഓളെ 2 ബാല്യക്കാർ കൂട്ടിയതാര്? മാപ്പിളുള്ള പെണ്ണിന് 6 കൊല്ലായി ഓലോടി നടക്കുന്ന 6 കൊല്ലം ബോംബെ കൊണ്ടുപോയി വിൽക്കുന്ന അവിടെ ഒരു വേശ്യാലയാണ്. അപ്പൊ ഓക്കൊരു ബോധം വന്ന്, ഞാൻ ഇവിടെ വിറ്റ ഖിയാമത്ത് നാൾ വരെ എന്റെ പണി ഇത് തന്നെ ആയിപ്പോലും പഠിച്ചവന്. ചുരുക്കിപ്പോൾ രക്ഷപ്പെട്ടു. എന്തായില്ല? പെണ്ണുങ്ങൾ നന്നായില്ല, സാലിഹത്തായില്ല. അവൾ ആരുടെ കൂടെ പോയില്ലേ? ഇന്നാളൊരു പെണ്ണ് പയ്യോളിന്റെ അടുത്തുനിന്ന് ഒരു ഹരിതൻ യുവാവിന്റെ കൂടെ പോയി, പച്ച മലയാളത്തിൽ പൊലേന്റെ കൂടെ. അങ്ങനെ നിയമക്കോടതിയിൽ ഹാജരാക്കിയോളാ. ഓളെ ഹാജരാക്കി, ഓനെ ഹാജരാക്കി. കോടതി വളപ്പിൽ ഒരുപാട് ആൾ ഓളെ ചോദ്യം ചെയ്തു. ഇനി എന്താ ഓന്റെ കൂടെ പോയത്? അതെന്റെ സ്വന്തം ഇഷ്ടത്തിന് പോയതാണ്. എന്നെ വശീകരിച്ചോ എന്നല്ല, ഭീഷണിപ്പെടുത്തിയോ എന്നല്ല. പിന്നെ എന്താ കൂടെ പോകാൻ? അതെന്റെ ഇഷ്ടം. ഇതാരായി നിൽക്കുന്നത്? അതെന്റെ ബാപ്പയാണ്. ആവട്ടെ, നിന്റെ ഭാവി പരിപാടി എന്താ? എനക്ക് ചന്ദ്രേട്ടനെ മാടുന്ന. ചന്ദ്രേട്ടനെ കൂടെ വിട്ടു. ഒരുപാട് ഉമ്മൾപ്പെടുത്താൻ നോക്കുന്നുണ്ട്. അവിടെ ഞാനങ്ങ് ഉപ്പാൻ്റെ ഒരു ഓനെ കൂട്ടാനും മറ്റവനും കണ്ട് കബരീസ് കീറുകയാണ്. ഓളാളെന്ന് പറഞ്ഞ ഞാൻ ഓൻ്റെ കൂടി അപ്പൊ ഞാൻ കോനാ വേണ്ടു എന്നാ പോയില്ലേ. ചന്ദ്രികയിൽ വ്യക്തമായിട്ട് ഇവളെ ഭർത്താവ് ബഹ്റൈനിലാണ്.
ഓനവിടുന്ന് സമൂസ ചുടുക, പെണ്ണുങ്ങൾക്ക് പൈസ വെക്കുക. ഇവിടെ ഒരു പുരാന്റെ കൂടെ പോയി സാലിഹത്തായ പെണ്ണാര മാപ്പിള ഇവിടെ ഇല്ലെങ്കിൽ ഓളെ ശരീരം നന്നായി ഓളെ കൺട്രോൾ ചെയ്യാൻ സൂക്ഷിക്കുന്ന, അങ്ങനെ സൂക്ഷിക്കുന്ന സ്ത്രീകളൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഗൾഫിന്റെ നിഅമത്ത് കൊണ്ട് ഒരു വശത്തിൽ നല്ല സുഖങ്ങളും റാഹത്തുകളൊക്കെ പല കക്ഷികൾക്കും ഉണ്ടെങ്കിൽ മറ്റൊരു വിഷയത്തിൽ കൂടി ചിന്തിക്കുമ്പോൾ വളരെ പ്രയാസം തന്നെയാണ്. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ നന്നാക്കി തരട്ടെ. സാലിഹത്തായ പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു തരപ്പെടുത്തി തരട്ടെ. നാലാമത്തെ സന്തോഷം എന്താണ്? വായക്കൂന റിസ്ഖുഹു ഫീ ബലദിഹി. വായക്കൂന റിസ്ഖുഹു ഫീ ബലദിഹി. ചെറുമുന്നക്കാർക്ക് ഇഷ്ടപ്പെടും. കാരണം ഇവിടെ ഗൾഫുകാർ കുറച്ച് കുറവാ. എന്റെ അറിവില് നാട്ടിൽ നിന്നെല്ലാം കൈ നിറക്കുന്നുണ്ട് അല്ലേ? ഇവിടെ അല്ലേ? നാട്ടിൽ നിന്നെല്ലാം കൈ നിറക്കുന്നുണ്ട്. നാലാമത്തെ സന്തോഷം വായക്കൂന റിസ്ഖുഹു ഫീ ബലദി. ഓന്റെ മഈശത്തിന്റെ കാര്യം നാടുകൊണ്ട് തന്നെ ഒക്കുക. അതൊരു മനുഷ്യനുള്ള 4 ഭാഗത്തിൽ ഒന്നാന്ന. ഇന്ന് എത്ര പൈസ ഇവിടുന്ന് ഓനക്ക് അടങ്ങുന്നുണ്ടെങ്കിലും ഒരു ഗൾഫറെ എന്നൊരു പേര് വന്നില്ലെങ്കിൽ ഓനിക്കൊരു ജഡിയാ പോയാല് സിഗരറ്റ് പാടിയിട്ടല്ല, ഇവ ബംഗളൂർ പോലെ അത് പറയാനുള്ള മടി, അത് പറയാനുള്ള മടി. അതുപോലെ നല്ല ഊക്കുണ്ടാവും. ഇവർക്ക് ബംഗളൂര് നല്ല കച്ചവടമില്ലേ തന്നെ. ഞാൻ കോയമ്പത്തൂർ പോരാ ബംഗളൂർ പണിയാൻ അവർക്ക് തോന്നൂല. ഗൾഫ് നാട്ടിൽ തന്നെ എത്തണം. എന്നാ ഒരു മുസ്ലിമായ മനസ്സിന് ഇവിടെ കിട്ടൽ ഒരു സന്തോഷം. വായക്കൂന റിസ്ഖുഹു ഫീ ബലദി.